വിദേശത്ത് ജോലി തേടിപ്പോയി ദുരിതങ്ങളിൽ അകപ്പെട്ടവരെക്കുറിച്ചുള്ള നിരവധി പരാതികൾ പ്രവാസലോകം പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിച്ചിട്ടുണ്ട്. അതൊരു വാർത്ത മാത്രമാക്കി കൈകഴുകുന്നതിന് പകരം അത്തരം മനുഷ്യരുടെ മോചനത്തിന് വേണ്ടി കഴിഞ്ഞ 24 വർഷമായി ഈ പ്രോഗ്രാം അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ അനുഭവ സാക്ഷ്യം ഇവിടെ പകർത്തുകയാണ് പ്രവാസലോകത്തിന്റെ സംവിധായകൻ റഫീഖ് റൌത്തർ. മനുഷ്യജീവിതത്തിൻ്റെ നീറുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളും പ്രമേയമാകുമ്പോൾ ആ കലാസൃഷ്ടികൾ ജനശ്രദ്ധ ആകർഷിക്കാറുണ്ട്. പ്രവാസത്തിൻ്റെ പ്രമേയങ്ങൾ, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ മുതൽ ആടുജീവിതം വരെ എത്തി നിൽക്കുന്ന ഈ മലയാള ഭൂമികയിൽ ബെന്യാമിൻ എഴുതിവെച്ച ആ സാഹിത്യ സൃഷ്ടിയുടെ എത്രയോ മുകളിലേക്ക് ബ്ലെസ്സിക്ക് ആ സിനിമ എത്തിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷേ ബെന്യാമിനും ബ്ലെസ്സിയും പറയാതെ പോയ പല പുതിയ മുഹൂർത്തങ്ങളും ഇത്തരം ആടുജീവിതങ്ങൾക്ക് പുറകിലുണ്ടെന്ന് പ്രവാസലോകം കഴിഞ്ഞ 24 വർഷങ്ങൾക്കിടക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ആഹാരമൊന്നുമില്ല റബ്ബേ, ആഹാരമൊന്നുമില്ല അല്ലാ. ഒരു കുബൂസും തിന്നണ റബ്ബേ, ഞാൻ നിൽക്കണല്ല. നീ എന്നെ കാക്കണേ അല്ലാ. ശക്തനായ അല്ലാഹുവേ. പെട്ടെന്ന് വന്നതിനാണ് പെട്ടെന്ന് പോകാൻ പറ്റുന്ന സ്ഥലമായിട്ടാണ് സാറിന്. ആരെ വിളിക്കണം സഹായത്തിന്, ആരെടുത്ത് പോകണം, ഒന്നും ഒരു തിരുവാടില്ലാത്തൊരവസ്ഥ. മറ്റുള്ള സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഒട്ടക ഫാമുകളിലും കൃഷിയിടങ്ങളിലും അകപ്പെടുന്നവരുടെ അവസ്ഥ. ഇവരെ രക്ഷപ്പെടുത്തുക എന്നത് വളരെ അതീവ സാഹസികമായൊരു ദൗത്യവുമാണ്. ബാലുശ്ശേരിയിൽ നിന്നും സൗദി അറേബ്യയിലേക്ക് പോയ 3 സുഹൃത്തുക്കളിൽ 2 പേർ 2 കൃഷി ഫാമുകളിലേക്ക് മാറ്റി നിർത്തപ്പെട്ടപ്പോൾ അവരിൽ ഒരാളായ ജ്യോതിഷനെ അന്വേഷിച്ചു പോയ അനീഷ് വെള്ളാശ്ശേരി നൽകുന്ന ഈ റിപ്പോർട്ട് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസലോകം അവതരിപ്പിച്ചതാണ്. മരുഭൂമിക്കുള്ളിൽ ഏകദേശം 45 കിലോമീറ്റർ ഉൾപ്രദേശത്തായി ഒരു കൊച്ചുകുടിലിൽ ഒരു പറ്റം ആടുകൾക്കൊപ്പം ഞങ്ങൾക്ക് അവനെ കണ്ടെത്താൻ കഴിഞ്ഞു. ആ കാഴ്ച കണ്ട ഞങ്ങൾ ആകെ അമ്പരന്നുപോയി. വന്നതിന് ശേഷം ഇതുവരെ കുളിച്ചിട്ടില്ല. ഇടയ്ക്കിടെ കിട്ടുന്ന ഭക്ഷണം, വിശപ്പടക്കാനായി ടാങ്കറിലെ വെള്ളം കുടിച്ച് ദിവസങ്ങൾ തള്ളി നീക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ജ്യോതിഷ്. നിന്നെ അടിക്കലുണ്ട് അവര്? അടിച്ചിട്ടോ? അടിച്ചല്ല, ഇത് കൊണ്ടാണ് ഇവിടെ വന്നിട്ട് പണിയെടുത്തിട്ട് ഇതൊക്കെ നടക്കാനാണില്ല. അടിക്കാറുണ്ടോ? അടിക്കലുണ്ട്. ആരൊക്കെ? ഇയാളെ നടുക്കിലത്തെ അബുഹാരിഷ്. ശമ്പളം കിട്ടാറില്ല? ശമ്പളം 3 മാസമായി ശമ്പളം തന്നില്ല. ഇക്കാമ കിട്ടിയില്ല. മെഡിക്കൽ കഴിഞ്ഞിട്ട് ഇക്കാമ കിട്ടിയില്ല. അതെയോ? ശരി. ശമ്പളം തന്നിട്ടേ ഇല്ല? ഇല്ല, ഒരു ശമ്പളം തന്നില്ല. ചിലവിന് ഭക്ഷണത്തിനൊക്കെ തരുന്നില്ല? ഭക്ഷണത്തിന് അവർ ഇവിടെ സാധനം കൊണ്ട് തരും. കുബൂസ് ഉണ്ടാവും. ഇടയ്ക്ക് കുബൂസ് തീർന്നു കഴിഞ്ഞാൽ കുറച്ച് ചിലപ്പോൾ ചിലവിന് തീർന്നു കഴിഞ്ഞാൽ അന്ന് ഭക്ഷണം ഉണ്ടാവില്ല. വെളിയിലെ കൊണ്ടുപോകും? വെളിയിലെ കൊണ്ടുപോയില്ല, എവിടെയും കൊണ്ടുപോയില്ല. മെഡിക്കലിന് മാത്രം കൊണ്ടുപോയിട്ടുണ്ട്. അതെ. റോഡ് കാര്യങ്ങളൊന്നും അറിയില്ല? ടൗണിനെ കുറിച്ചൊന്നും അറിയില്ല. എത്ര ദൂരം ഉണ്ടെന്ന് അറിയോ ഇവിടെ? നാട്ടിലേക്ക് വിളിക്കാറുണ്ടോ? നാട്ടിലേക്ക് എനിക്ക് ഫോണില്ല, രാമുവിന്റെ ഫോണിന്ന് പെങ്ങളെ വിളിക്കുന്നുണ്ട്. വീട്ടുകാരെന്ത് പറയുന്നു? വീട്ടുകാർ നാട്ടിലേക്ക് എല്ലാം ഏർപ്പാട് ചെയ്യുന്നുണ്ട്. ഇയാൾ സമ്മതിക്കുന്നില്ല. ശമ്പളം തരത്തില്ല അല്ലേ? ശമ്പളം ഇതുവരെ തന്നില്ല. ഞങ്ങൾ സംസാരിക്കുന്ന വേളയിൽ സ്പോൺസർ അവിടെ പറന്നെത്തി. ഞങ്ങളെ അടുത്ത് തട്ടിക്കയറുകയും ഞങ്ങളുടെ ID കാർഡ് വാങ്ങിച്ചു വെക്കുകയും വാഹനത്തിൻ്റെ ഫോട്ടോ എടുക്കുകയും ചെയ്തു. പിന്നീട് നിങ്ങൾ ആരെന്ന ചോദ്യമായി. ജ്യോതിഷിനോട് സ്പോൺസർ കയർത്തു. ഇവരെ എനിക്കറിയില്ല എന്ന നിലപാടിലായിരുന്നു ജ്യോതിഷ്. പിന്നീട് ഞങ്ങളുടെ സംസാരത്തിനൊടുവിൽ സ്പോൺസർ നല്ല രീതിയിൽ പെരുമാറാൻ തുടങ്ങി. ID കാർഡ് തിരിച്ചു നൽകുകയും ഞങ്ങൾ അവിടെ നിന്ന് ലൊക്കേഷൻ സേവ് ചെയ്ത് തിരിച്ചു പോന്നു. പിന്നീട് സാഹസികമായി ഞങ്ങൾ അദ്ദേഹത്തെ റിയാദ് എംബസിയിൽ എത്തിക്കുകയുമാണ് ഉണ്ടായത്. പുറം ലോകവുമായി ബന്ധമില്ലാതെ ഒറ്റപ്പെടലിൻ്റെ ലോകത്ത് ജീവിക്കുന്നവർ ഒരു പ്യൂപ്പയെ പോലെയാണ്. അവർ സൃഷ്ടിച്ച കൊക്കോണിൻ്റെ അകത്ത് അവർ എല്ലാം മറന്ന് ജീവിക്കും. തൻ്റെ ബന്ധുക്കളെയും തൻ്റെ സുഹൃത്തുക്കളെയും തൻ്റെ നാടിനെയും കാലം എല്ലാ മുറിപ്പാടുകളെയും ഇവിടെ മായ്ക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്യും.
ബഹറിൻ സിറ്റിയിൽ നിന്നും 50 കിലോമീറ്റർ അകലെയുള്ള ട്രീ ഓഫ് ലൈഫ് എന്ന വിജനമായ സ്ഥലത്ത് മുഹമ്മദ് എന്ന ബഹറിനിയുടെ കുതിര, ആട്, കോഴി എന്നിവയെ വളർത്തുന്ന ഫാമിലാണ് ഗോവിന്ദനെ ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചത്. ഗോവിന്ദനെപ്പറ്റി പ്രവാസലോകത്തിൽ സംപ്രേഷണം ചെയ്ത അന്നു തന്നെ രവി, മോഹനൻ, രാധാകൃഷ്ണൻ, അശോകൻ, ചെറിയാൻ, പത്രോസ് തുടങ്ങി കുറേ പേർ പ്രവാസലോകത്തിൻ്റെ പ്രതിനിധിയെ ഗോവിന്ദൻ താമസിക്കുന്ന സ്ഥലത്തെപ്പറ്റിയുള്ള വിവരങ്ങൾ കൈമാറുകയുണ്ടായി. കൈരളിയിലെ പ്രവാസലോകത്തിൽ ഗോവിന്ദനെക്കുറിച്ച് വന്ന കഥ റെക്കോർഡ് ചെയ്ത് അത് കാസറ്റിലാക്കി ഗോവിന്ദനെ കാണിച്ചാണ് ഞങ്ങൾ നാട്ടിലെ വിശേഷങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചത്. അപ്പം നിങ്ങൾ പരിപാടിയെ നിങ്ങളുടെ ഭാര്യനെയും മകളെയും മകനെയും ഒക്കെ നിങ്ങൾ ടി വിയിൽ കണ്ടു. ഇപ്പം അത് കണ്ടിട്ട് എന്താ നിങ്ങൾക്ക് അഭിപ്രായം? കണ്ടിട്ട് അഭിപ്രായം എന്ന് പറഞ്ഞാൽ എത്ര വർഷം കണ്ടിട്ടാണ് നിങ്ങൾ അവരെ കാണുന്നത്? എനിക്ക് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം എന്താ ചെയ്യുക, വർഷങ്ങളായി കായിക ജോലിയിൽ ഏർപ്പെടുന്ന ഈ മനുഷ്യർ ശരീരവും മനസ്സും തളർന്നു കഴിയുമ്പോൾ അവർ തന്നെ ചോദിക്കും താൻ എങ്ങോട്ട് പോകാനാണ് എന്ന്. ഇവിടെ യജമാനൻ്റെ ബലിമൃഗങ്ങളെപ്പോലെ അവരും അവരുടെ ലോകത്ത് സ്വതന്ത്രരായി വിഹരിക്കും. വീണ്ടും ഒരു ആടുജന്മം കൂടി. ആടുകളായി ജീവിക്കാൻ വിധിക്കപ്പെട്ട നമ്മുടെ സമൂഹത്തിൽ നിന്നും 30 വർഷത്തേക്ക് നിയുക്തനാക്കപ്പെട്ട ഒരാൾ. ഗുരുവായൂർ സ്വദേശി കൃഷ്ണൻ കഴിഞ്ഞ 3 പതിറ്റാണ്ടുകൾ ജീവിച്ചു തീർത്തതിന് അവസാനം ലഭിച്ചത് നാട്ടിൽ അയാളെ ആശ്രയിച്ചു കഴിയുന്ന ഒരു കുടുംബത്തിൻ്റെ സ്നേഹവും ബഹുമാനവുമാണ്. ഒടുവിൽ അറബിക്കും പൊതുസമൂഹത്തിനും മുമ്പിൽ അയാൾ ബഹിഷ്കൃതനാവുകയാണ്. കാരണം അയാൾക്ക് പഴയതുപോലെ ഓടാനാവില്ല. കാലം തളർത്തിയ ആ കാൽപാദങ്ങൾക്ക് വേച്ചു മാത്രമേ സഞ്ചരിക്കാനാവൂ. കൃഷിപ്പണിക്കും മത്സ്യബന്ധനത്തിനും വിദേശത്തേക്ക് പോകാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഹൗസ് ഡ്രൈവർ എന്ന വിസയിലാണ് ഇത്തരം മനുഷ്യരെ ഏജന്റുമാർ പുറത്തേക്ക് കടത്തുന്നത്. ഹൗസ് ഡ്രൈവർ എന്ന ജോലിയും ഡ്രൈവർ എന്ന ജോലിയും രണ്ടും വ്യത്യസ്തമാണ്. ഹൗസ് ഡ്രൈവർ എന്ന ജോലി ഒരു വീടിൻ്റെ വീട്ടുജോലിക്കാരെ പോലെ ഡൊമസ്റ്റിക് വർക്ക് സെക്ടറിൽ പെടുന്നതാണ്. ഡ്രൈവർ എന്ന ജോലിയാകട്ടെ പുറത്ത് ലേബർ ലോയിലും തൊഴിൽ നിയമങ്ങളിലും ഉൾപ്പെടുന്നതും. രണ്ടും വ്യത്യസ്തമായ 2 ഡിപ്പാർട്ട്മെൻറ്റുകളാണ് കൈകാര്യം ചെയ്യുന്നത്. ഇത് രണ്ടും അറിയാത്ത മനുഷ്യർ ഡ്രൈവർ എന്ന ജോലി കേൾക്കുമ്പോൾ തന്നെ വിദേശത്തേക്ക് പോയി ചതിക്കപ്പെട്ട നിരവധി കഥകൾ പ്രവാസ ലോകത്തിന് ലഭിച്ചിട്ടുണ്ട്. ഡ്രൈവർ ജോലിക്കായാണ് നിസാർ കടൽ കടന്നത്. എന്നാൽ ഡ്രൈവർ ജോലിക്കൊപ്പം ആടിനെ മേയ്ക്കലും ഒട്ടകത്തെ നോക്കലുമൊക്കെയാണ് നിസാറിനെ കാത്തിരുന്നത്. എന്തും സഹിച്ച് ജീവിക്കാനുള്ള മലയാളിയുടെ പ്രതീക്ഷകൾക്കപ്പുറത്താണ് അവരെ തേടിയെത്തുന്ന വിധി. ഡ്രൈവിംഗിൽ നിന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് അറിഞ്ഞത് ഈ പണിയെന്നാണ് അറിഞ്ഞത്. ഒരു വിവരമില്ല? ഇല്ല. ആരാ നിങ്ങളോട് ഇയാൾ ആട് മേയ്ക്കാന്ന് പറഞ്ഞു? അവിടെ നിന്ന് വിളിച്ചപ്പം പറഞ്ഞു. പുള്ളി വിളിച്ചതാ? ഒരു പ്രാവശ്യം വിളിച്ച്. ജോലിക്ക് കൊണ്ടുപോയത് ഖത്തറിലേക്കാണ്, സൗദിയിൽ. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് എഴുത്ത് വന്നത്. ഒട്ടകത്തിനെ മേക്കണ പണിയാന്നാണ് ഈ കത്തിൽ എഴുതിയിരിക്കുന്നത്. അതും ഈ 18 വർഷങ്ങൾക്ക് മുമ്പ് 18 വർഷത്തിന് മുൻപ് ഈ 2 എഴുത്തേ വന്നിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. പെരീന്നാണ് പോയില്ല. ശേഷം എഴുത്തിൽ എഴുതിയിരുന്ന ഇങ്ങനെയാണ്, എത്ര 1 മാസത്തേക്കുള്ള ആഹാരം ആ അറബി കൊടുത്തിട്ട് പോയിരുന്നു എന്നുള്ളത് മാത്രമാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. കുഞ്ഞിനെ ഒരു ആൾ വന്ന് ഓടിച്ചു കൊണ്ടുപോയത് ഈ ഹൈൽ മരുഭൂമിയിലോട്ടാണ് കൊണ്ടുപോയി അവിടെ നിർത്തി കാറ് വിട്ട് ആളങ്ങ് പോയി. കുറച്ച് സമയം കുഞ്ഞവിടെ നോക്കി നിന്നൊരു ഭാഷ അറിയത്തില്ലല്ലോ. അപ്പം ചോദിച്ചു എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്ന ആ പുള്ളിയുടെ വീട്ടിലാണ് എന്നെ കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ വീട്ടിലല്ല കൊണ്ടുപോകണം, നിനക്ക് ഇവിടെ പണിയെന്ന് പറഞ്ഞു. ഇനി വീട്ടിലോട്ട് വിളിച്ചേച്ചും പൊട്ടിക്കറി വരുന്ന ആ കുഞ്ഞിനേലി വലിയ ചെമ്മരിയാടിനെയാണ്. വെളുപ്പിനെ 4 മണിക്ക് കൊണ്ടുപോകണം, തീറ്റയെല്ലാം കൊടുത്തു. വൈകുന്നേരം ആകുമ്പം വരും, ഭക്ഷണവും ഇല്ല വെള്ളവും ഇല്ല. പിന്നെ കുഞ്ഞിൻ്റെ കയ്യിലിരുന്ന് പൈസ കുറച്ച് നടന്നു കഴിയുമ്പോൾ ഒരു ചെറിയ ഇടറോഡുണ്ട്, അതിലെ പോണ വാഹനങ്ങൾ പോയി തിരിച്ചു വരുന്നവരോട് ചോദിക്കാൻ എനിക്കൊരു പാക്കറ്റ് ബണ്ണ് മേടിച്ചുകൊണ്ട് തരാമെന്ന് ചോദിച്ചു. അപ്പോൾ അത് കഴിച്ചാൽ അപ്പൊ അവിടെ ആട് മേക്കല കിടക്കാൻ സൗകര്യമില്ല, ആഹാര സമയത്ത് അടിമപ്പണിയാണ്. അത് കളഞ്ഞിട്ടാണ് സർക്കാർ ജോലിയായിരുന്നു, രൂപ കൊടുക്കാന്ന് പറഞ്ഞു. സർക്കാർ ജോലിയാ ആയിരുന്നു ഇവിടെ. എന്താ ജോലി? ഡ്രൈവർ. എല്ലാ കാര്യമുണ്ട്. അത് കളഞ്ഞ് 20,000 രൂപ ശമ്പളം കിട്ടും. പോയി അവിടെ ചെന്നപ്പോ ഒട്ടകത്ത് അവിടെ റൂമൊന്നുമില്ല. എനിക്ക് പറയാനുള്ള, കൊണ്ടുപോകുന്ന ആളുകളോട് നിങ്ങൾ എന്തിനാ ഈ പാവങ്ങളെ ഉപദ്രവിക്കുന്നത്? നിങ്ങൾ ഇത്തരത്തിലുള്ള, നിങ്ങൾക്കെല്ലാം അറിയുന്ന ആളുകളല്ലേ ഈ സാധു മനുഷ്യരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച്
അവരുടെ ജോലി ഉപേക്ഷിച്ച് കൊണ്ടുപോകേണ്ട വല്ല കാര്യമുണ്ടാകും. ആടുജീവിതം പോലൊരു സിനിമ പുറത്തു വരുമ്പോൾ അത് കാണുന്ന അനേകായിരം മനുഷ്യർ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത നജീബിന് എങ്ങനെയാണ് ഈ അവസ്ഥയിലേക്ക് എത്തിപ്പെടേണ്ടി വന്നത് എന്ന് പഠിക്കുകയാണ്. കഴിഞ്ഞ 24 വർഷമായി പ്രവാസലോകം ഇതൊക്കെ പറയാൻ ശ്രമിച്ചിട്ടും ഇന്നും ഈ കഥകൾ അഭംഗുരം തുടരുന്നു. കഴിഞ്ഞയാഴ്ച പ്രവാസലോകത്തിന് ലഭിച്ച ഒരു ഫോൺ കോൾ ഇതേ അവസ്ഥയിൽ കുവൈറ്റിൽ നിന്നും സൗദി അറേബ്യയിലേക്ക് നാടുകടത്തപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ്. ഞാൻ കുവൈറ്റിലെ വിസയിലാണ് വന്നത്. എന്നിട്ട് ഇപ്പം ഇങ്ങോട്ട് വീട്ട് തപ്പാക്കായിട്ട് വന്നത്. അപ്പം ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇയാള് ഇങ്ങനെ ഒരു ഒട്ടകത്തിനെ നോക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ഒട്ടും പറ്റൂല, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞ് എൻ്റെ ഇവർക്ക് ഒട്ടകത്തിനെ നോക്കണ ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കണം, ഇവിടുത്തെ തൊഴുത്തും ക്ലീൻ ചെയ്യണം, അതാണ് ജോലി. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇത് പറ്റില്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല, എനിക്ക് നാട്ടിലേക്ക് വിട്ടേക്കാൻ പറയുമ്പോഴത്തേക്ക് അയാൾക്ക് ദേഷ്യം കയറി അയാൾ കയ്യേറ്റം ചെയ്ത് ഓസ് ഒക്കെ വെച്ച് അടിച്ച്. ഒരു മനുഷ്യൻ കാണാതാകുമ്പോൾ അയാളെ തേടിപ്പോകുന്ന അവസരങ്ങളിലാണ് അയാൾ എത്രമാത്രം ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു മുഹൂർത്തത്തിലാണ് ജീവിച്ചതെന്ന് ഞങ്ങൾ കണ്ടെത്തിയത്. ആടുജീവിതത്തിലെ നജീബ് അനുഭവിച്ച ആ സംഭവത്തേക്കാൾ എത്രയോ വ്യത്യസ്തമായ പല മുഹൂർത്തങ്ങളും പ്രവാസലോകത്തിന് വിഷയമായിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ജോലി ചോക്ലേറ്റ് കമ്പനി അല്ല, ഇവിടെ പശുവിനെ നോക്കാനാണ്. പശു, ആട്, പച്ചക്കറി തോട്ടം. ഞങ്ങൾക്ക് പുറത്തിറങ്ങാനുള്ള സാഹചര്യം പോലും ഇല്ല. അക്കാമ്മ അടിച്ചിട്ട് അപ്പം 3 മാസം കഴിഞ്ഞ് ഇതുവരെ അക്കാമ്മ കൈ തന്നിട്ടില്ല. ഞങ്ങൾ മാർക്കറ്റിൽ പോലും പോയിട്ടില്ല. എവിടെ നിന്നാണ് മാറ്റത്തിൻ്റെ ശബ്ദം കേൾക്കുക? അതിനായി പ്രവാസലോകം കാത്തിരിക്കുകയാണ്. ബ്ലസ്സിയുടെ ആടുജീവിതം, പൃഥ്വിരാജിൻ്റെ ആത്മത്യാഗവുമൊക്കെ 2 കൈയും നീട്ടി സ്വീകരിച്ച പ്രേക്ഷകർ ഇനിയും ഒരു ആടുജീവിതം ഉണ്ടാകാതിരിക്കാൻ എന്താണ് ഗവൺമെൻറ്റുകൾ ചെയ്യേണ്ടത് എന്ന പ്രാർത്ഥനയിലാണ് പ്രവാസലോകം ഇന്നിപ്പോൾ.